ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാൻഡ് തിയറി, ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ്സ്, സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, ഫുള്ളറിൻസ് തുടങ്ങിയ സിസ്റ്റംസിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും ഇത്തരം സ്പീഷീസുകളുടെ കണ്ടക്ടിവിറ്റി ഏത് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളതുമാണ്. അപ്പോൾ അതിലാദ്യം നമുക്ക് ഫുള്ളറിൻസ് നോക്കാം. ഫുള്ളറിൻസിൻ്റെ ബാൻഡ് സ്ട്രക്ചർ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് ഗ്രാഫൈറ്റ്. പക്ഷേ അവരുടെ പ്രോപ്പർട്ടീസിൽ അല്പം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഫുള്ളറിൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് C60 സ്പീഷീസുകളെയാണ് പ്രധാനമായിട്ടും ഫുള്ളറിൻസ് എന്ന് വിളിക്കുന്നത്. മറ്റ് ഫുള്ളറൈനുകളും ഉണ്ട്. നമ്മൾ C60യുടെ കേസ് വെച്ചാണ് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇൻ ദ കേസ് ഓഫ് C60 or fullerene, the valence and conduction bands are narrower. ഇപ്പോൾ ഗ്രാഫൈറ്റുമായിട്ട് ഇവരുടെ ഡിഫറൻസ് ഇതാണ്. വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്സ് ആർ കമ്പാരിറ്റീവ്ലി നാരോവർ ആൻഡ് ആർ സെപ്പറേറ്റഡ് ബൈ എ ബാൻഡ് ഗ്യാപ്പ് ഓഫ് 2.6 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ അത്രയും ബാൻഡ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് എ സെമി കണ്ടക്ടർ, സോ ദർ വോണ്ട് ബി കണ്ടക്ഷൻ. അപ്പോൾ ഇനി ഇത്തരം മെറ്റീരിയലുകളുടെ ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ രീതിയിലാണെങ്കിൽ പോലും ഇവരുടെ പ്രത്യേക രീതിയിലുള്ള ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ് കാരണം ദേ വിൽ ബിഹേവ് ലൈക്ക് ആൻ ഇൻസുലേറ്റർ. The delocalized pi electron system of C60 is different to that of all other carbon-based molecular materials, as the C60 molecules are not flat but are curved. So C60 നമുക്കൊരു ഫുട്ബോളിൻ്റെ ആകൃതിയിലുള്ള മോളിക്കൂളാണ്. അതിനെ ബക്കി ബോൾസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് കാർബൺസ്. 3 ഓർബിറ്റലുകൾ ഹൈബ്രിഡ് ഓർബിറ്റലായി നിൽക്കും. അവർ തൊട്ടടുത്തുള്ള കാർബണുമായിട്ട് ബോണ്ട് ഫോർമേഷൻ നടക്കും. അതേസമയം 4ാമത്തെ ഓർബിറ്റിലും അതിലുള്ള ഒരു ഇലക്ട്രോണും ആ സിസ്റ്റത്തിലെ ഒരു പൈ ഇലക്ട്രോൺ ഫോർമേഷൻ്റെ ഭാഗമാകും. ഇവിടെ പൈ ഇലക്ട്രോൺ ക്ലൗഡായി നിലകൊള്ളും. അപ്പോൾ ആ പൈ സിസ്റ്റം മറ്റ് തരത്തിലുള്ള കാർബൺ സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസമാണ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ കാരണം ഇതാണ്. ഫ്ലാറ്റ് മോളിക്യൂൾസ് അല്ല ഇവർ. ബക്കി ബോൾസ് എന്ന് പറഞ്ഞാൽ കർവ്ഡ് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ അതിൻ്റെ പൈ ഇലക്ട്രോൺ ക്ലൗഡിനും ഈ കർവ്ഡ് സ്ട്രക്ചറിന് അനുസരിച്ചുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഇൻ C60 the curvature of the molecule means that there is some s-pz orbital mixing in the pi orbital system. pz ഓർബിറ്റുകൾ മാത്രം വെച്ച് പൈ ഇലക്ട്രോൺ ക്ലൗഡുകൾ ഉണ്ടാകുന്ന രീതിയിലല്ല, there will be s-pz mixing. Thus the coordination number of each carbon is still 3. ഓരോ കാർബണും തൊട്ടടുത്തുള്ള 3 കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിരിക്കും. ബട്ട് ഈച്ച് കാർബൺ ആറ്റം ഈസ് എബോവ് ദ പ്ലെയിൻ ഓഫ് ഇറ്റ്സ് 3 കാർബൺ നെയ്ബേഴ്സ് റാദർ ദാൻ ബീയിങ് ക്ലോ പ്ലാനാർ വിത്ത് ദം. അപ്പോൾ sp2 ഹൈബ്രിഡൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പ്ലാനാർ മോളിക്യൂളാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. സോ ഈ രീതിയിലാണ് sp2 ഹൈബ്രിഡൈസേഷൻ ഇരിക്കേണ്ടത്. പക്ഷേ നമ്മുടെ കേസിൽ സംഭവിക്കുക, ഈ കാർബൺ തൊട്ടടുത്തുള്ള 3 നെയ്ബേഴ്സിനേക്കാൾ അല്പം ഉയർന്നു നിൽക്കുന്ന രീതിയിലായിരിക്കും ബക്കി ബോൾസിൽ നിൽക്കുക. അപ്പോൾ ഇത് പ്ലാനാർ അറേഞ്ച്മെൻ്റ് ആയിരിക്കില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് 3 ബോണ്ട് ആംഗിൾസ് ഓഫ് 120, അപ്പം sp2 ഹൈബ്രിഡൈസേഷനിൽ നമുക്ക് 3 ബോണ്ട് ആംഗിളുകളും 120 ആയിരിക്കും കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ ഒരെണ്ണം 120, രണ്ടാമത്തേത് 120, ബട്ട് ദ തേർഡ് വൺ ഈസ് 108 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഇവരുടെ പ്രോപ്പർട്ടീസിലും ഉണ്ടാവും. Then we can calculate the electronic structure of this molecule using quantum mechanical calculations. They shows that the valence band or the HOMOS എന്ന് പറഞ്ഞാൽ highest occupied molecular orbital, which is symbolized as HU, contain 10 electron in C60. So the quantum mechanical calculation നിന്നാണ് നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. അതിൻ്റെ വാലൻസ് ബാൻഡിൽ 10 ഇലക്ട്രോണുകളുണ്ട്. കണ്ടക്ഷൻ ബാൻഡ്, അതായത് ലൂമോസ് ചേർന്നാണ് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടായിരിക്കുന്നത്. ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് ലൂമോ, ബട്ട് ദേ വിൽ കണ്ടെയ്ൻ 6 ഇലക്ട്രോൺസ്, അപ് ടു 6 ഇലക്ട്രോൺ, 3 to 6. അപ്പോൾ സാധാരണ കാണുന്ന കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ അല്പം വ്യത്യാസം ഈ കേസിൽ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് കാർബൺ ആറ്റത്തിലുള്ളത്. 3 ഓർബിറ്റലുകൾ തൊട്ടടുത്തുള്ള കാർബണുമായിട്ട് ബോണ്ട് ഫോർമേഷൻ നടന്നു. 4ാമത്തെ ഓർബിറ്റിൽ ഒരു പൈ ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു മെറ്റാലിക് കണ്ടക്ഷന് ഇലക്ട്രോണുകൾ അവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ അല്ല.
സോ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് ആൻ ഇൻസുലേറ്റർ. C60 എന്ന് പറഞ്ഞ ഒരു ഇൻസുലേറ്ററാണ്, പ്യുവർ C60 മോളിക്യൂൾ. But it can form a wide range of intercalation compounds where C60 act as an electron acceptor. ഇപ്പം ഇൻ്റർകലേഷൻ കോമ്പൗണ്ട്സ് മിക്കവാറും K3C60 ഒരു എക്സാമ്പിളാണ്. ആൽക്കലി മെറ്റൽസുമായിട്ട് ചേർന്നാണ് ഇത്തരം കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത്. അതിലെ പൊട്ടാസ്യം അയോൺസ് 3 ഇലക്ട്രോണുകൾ ഇവർക്ക് കൊടുക്കും. ആ ഇലക്ട്രോണുകൾ C60 മോളിക്യൂൾസ് റിസീവ് ചെയ്യും. In that case, the conduction band is half filled. Therefore, this system has got conduction electrons and easily conduction out possible out, so it will show metallic characters in contrast to insulating C60 parent. Appam ee doped structures, particularly alkali metals ആയിട്ട് ചേർന്നുണ്ടാകുന്ന ഈ സ്ട്രക്ചേഴ്സ് മെറ്റാലിക് കണ്ടക്ഷൻ നമുക്ക് തരും. അപ്പോൾ ഈ പിക്ചറിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ 2 സ്ട്രക്ചേഴ്സ്. ഇവിടെ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഫുള്ളറൈൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അവിടെ 2.6 ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട് അവർ തമ്മിലുള്ള, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഡിഫറൻസ്. സോ അവിടെ ഇൻസുലേറ്ററായിട്ട് അവർ ആക്ട് ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ 2.6 എന്നുള്ളത് നമ്മൾ സെമി കണ്ടക്ടർ ആയിട്ടാണ് പരിഗണിക്കുന്നത്, പക്ഷേ ഈ കേസ് അല്പം വ്യത്യാസമുള്ളതാണ്. ദെൻ ഇൻ ദിസ് കേസ് വി ക്യാൻ ഹാവ് ദ കണ്ടക്ഷൻ ബാൻഡ് ഹാഫ് ഫിൽഡ്. അവിടെ ഈ എനർജി ലെവലാണ് ഫെർമി ലെവൽ. അതിന് തൊട്ടടുത്തുള്ള എനർജിയിലേക്ക് ലെവലിലേക്ക് ഇലക്ട്രോൺസിന് എളുപ്പത്തിൽ പോകാനായിട്ട് പറ്റും. സോ ദിസ് വിൽ ബിക്കം എ കണ്ടക്ടർ. അപ്പോൾ അത് K3C60യുടെ സ്ട്രക്ചറാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫുള്ളറൈൻസിൻ്റെ കേസിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ ബേസിക് ഐഡിയാസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഫുള്ളറൈൻസ്, പ്യുവർ ഫുള്ളറൈൻസ് ഇൻസുലേറ്റേഴ്സ് ആണ്. പക്ഷേ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, പർട്ടിക്കുലർലി ആൽക്കലി മെറ്റൽസുമായിട്ട് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ബിക്കം മെറ്റാലിക് ലൈക്ക് സിസ്റ്റംസ്. കണ്ടക്ഷൻ ഈസ് പോസിബിൾ. അപ്പോൾ അത് K3C60 ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് കാണേണ്ടത് NaClൻ്റെ സ്ട്രക്ചറാണ്. സോഡിയം ക്ലോറൈഡ് ഈസ് ആൻ അയോണിക് സോളിഡ്. നമുക്കറിയാം ഈ സോഡിയം ക്ലോറൈഡ് വെള്ളത്തിലോ ഒരു ലിക്വിഡ് സിസ്റ്റത്തിൽ കലക്കി കഴിഞ്ഞാൽ അയണൈസ് ചെയ്യും. അവിടെ അവർ കണ്ടക്ഷൻ നടത്തുകയെന്ന് പറയാം. പക്ഷേ അവിടെ നടക്കുന്ന കണ്ടക്ഷൻ അയോണിക് കണ്ടക്ഷനാണ്. ഇവിടെ നമ്മൾ മെറ്റാലിക് കണ്ടക്ഷനെ കുറിച്ചാണ് ബാൻഡ് തിയറിയിൽ പറയുന്നത്. ജനറലി ദീസ് അയോണിക് സോളിഡ്സ്, അതായത് സോളിഡ് സ്റ്റേറ്റിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്, ദേ ആർ ഇൻസുലേറ്റേഴ്സ് because of the high band gap. The E value is high, so we can illustrate this by considering the case of NaCl. On the assumption that NaCl is 100% ionic, the ions have the following configurations. Na പ്ലസും Cl മൈനസും ചേർന്നാണ് NaCl ഉണ്ടായിരിക്കുന്നത്. Na പ്ലസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഹീലിയം കോർ 2s2 2p6 ആണ്. അതേസമയം Cl മൈനസിൻ്റെയോ നിയോൺ കോർ 3s2 3p6. അതാണ് NaClലുള്ള Na പ്ലസിൻ്റെയും Cl മൈനസിൻ്റെയും കോൺഫിഗറേഷൻസ്. ഹെൻസ് ദ 3s and 3p valence shell of Cl minus is full and that of Na plus is empty. 3s 3p ആണ്, ഇവിടെ 2s 2p ഉള്ളൂ. സോ 3s 3p will be empty, but in the case of chlorine 3s 3p will be filled. So the adjacent Cl minus ions are approximately in contact in NaCl and the 3p orbitals may overlap somewhat to form a narrow 3p valence band. So ഇതിലെ ക്ലോറിൻ ആറ്റംസ് എല്ലാം വളരെ അടുത്തടുത്താണ്. അതിലെ 3p ഓർബിറ്റലുകളെല്ലാം ഇൻട്രാക്ഷനിലാണ്. So they will overlap and they will form a valence band which is full. This band is composed of anion orbitals only. Cl minusൻ്റെ ഓർബിറ്റലുകൾ മാത്രമാണ്. The 3s 3p orbital of Na plus ions may also overlap to form a band, the conduction band. So Cl മൈനസിൽ നിന്ന് നമുക്ക് വാലൻസ് ബാൻഡ് കിട്ടി. Na പ്ലസിൻ്റെ 3s 3p അതിനകത്ത് ഇലക്ട്രോണുകൾ ഇല്ലാത്തതാണ്, കാരണം 2s2 2p6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബട്ട് ദീസ് 3s 3p ഓർബിറ്റൽസ് ഓവർലാപ്പ് ടു ഫോം എ conduction band. This band is formed from cation orbitals only. It is empty under normal conditions and the band gap is
around 7 electron volt, high band gap ആണ്. The band structure of NaCl is that of an insulator. സോ നമ്മൾ ബാൻഡ് തിയറി കാണുന്നതാണ് 4 ഇലക്ട്രോൺ വോൾട്ടിന് മുകളിലേക്കുള്ള എല്ലാ കേസിനെയും നമുക്ക് ഇൻസുലേറ്റർ ആയിട്ട് പരിഗണിക്കാം. ഹിയർ ഇറ്റ് ഈസ് 7 ഇലക്ട്രോൺ വോൾട്ട്, സോ ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റർ. The valence band is composed of anion orbitals and the conduction band is composed of cation orbitals. സോ ഇനി അതിനകത്ത് കണ്ടക്ഷൻ നടക്കണമെങ്കിൽ ഈ 7 ഇലക്ട്രോൺ വോൾട്ടിനെ ഓവർകം ചെയ്യണം. കൂടാതെ വേറൊരു കാര്യമുണ്ട്, എനി പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ വാലൻസ് ബാൻഡ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് മേ ഓൾസോ ബി റിഗാർഡഡ് ആസ് ബാക്ക് ട്രാൻസ്ഫർ ഓഫ് ചാർജ് ഫ്രം Cl- ടു Na+. കാരണം Cl- നിന്നാണ് ഈ പറയുന്ന വാലൻസ് ബാൻഡ് ഉണ്ടായിരിക്കുന്നത്, Na+ൽ നിന്നാണ് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടായിരിക്കുന്നത്, Na+ൻ്റെ 3s 3p ഓർബിറ്റുകൾ കാരണം. അപ്പോൾ അവിടുന്ന് ഒരു ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം Cl- നിന്ന് ഇലക്ട്രോൺ തിരിച്ച് Na+ലേക്ക് പോവുക എന്നുള്ളതാണ്. സോ അതൊരിക്കലും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. കാരണം ആ ഇലക്ട്രോൺ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദിസ് സോഡിയം വിൽ ഗെറ്റ് ഡീസ്റ്റബിലൈസ്ഡ്. ദ ഹൈ ബാൻഡ് ഗ്യാപ്പ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ Na ആൻഡ് Cl. അപ്പോൾ ഇത്രയും വലിയ ബാൻഡ് ഗ്യാപ്പ് ഈ മോളിക്യൂളിൽ ഉണ്ടാകുന്നതിന് കാരണം Naയും Clയും തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ആണ്. സോ ദിസ് ഈസ് ദ ബാൻഡ് സ്ട്രക്ചർ. ഇപ്പോൾ ഉത്തരങ്ങൾ എഴുതുമ്പോൾ ബാൻഡ് സ്ട്രക്ചർ കൂടി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് കൊടുക്കണം. ഇറ്റ് ഈസ് ദ sp ഫിൽഡ് ബാൻഡ്. അത് ക്ലോറിനിൽ നിന്നാണ്, Cl ബാൻഡാണ്, ഓവർലാപ്ഡ് 3s and 3p ഓർബിറ്റൽസ്. ദെൻ ദിസ് ഈസ് ഫ്രം സോഡിയം, അവിടെ കണ്ടക്ഷൻ ബാൻഡാണ്, ഓവർലാപ്ഡ് ഓഫ് 3s and 3p ഓർബിറ്റലുകളാണ് നടന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും വാലൻസ് ബാൻഡ് ഈസ് ഫുൾ, കണ്ടക്ഷൻ ബാൻഡ് ഈസ് എം ടി, ദ ബാൻഡ് ഗ്യാപ്പ് ഈസ് 7 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഈസി ആയിട്ട് ഈ ട്രാൻസ്ഫർ നടക്കില്ല. സോ ഇറ്റ് വിൽ ബിക്കം അൻ ഇൻസുലേറ്റർ. ഇനി നമുക്ക് ബാൻഡ് തിയറി ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് നോക്കാം. In the band structure of magnesium oxide, the filled 2s 2p band of oxygen act as valence band. അപ്പോൾ ഇവരുടെ ബാൻഡ് പ്രോപ്പർട്ടീസ് NaCl ഏകദേശം സെയിം ആണ്. അപ്പോൾ ഇവിടെ 2s 2p band of oxygen act as valence band and NS-NP band of magnesium is the conduction band. It remains vacant. അപ്പം മഗ്നീഷ്യത്തിൻ്റെ കേസിൽ ഉണ്ടാകുന്ന ഓർബിറ്റലുകളിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടാവും, ദാറ്റ് വിൽ ബി വേക്കൻറ്റ്. ഓക്സിജൻ്റെ കയ്യിൽ നിന്നുള്ള 2s 2p ബാൻഡ് ഫിൽഡ് ആണ്. ദെൻ ഇറ്റ് വിൽ ഓൾസോ ഹാവ് എ ഹൈ ബാൻഡ് ഗ്യാപ്പ്, 5 to 7 ഇലക്ട്രോൺ വോൾട്ടാണ് ഇവിടുത്തെ ബാൻഡ് ഗ്യാപ്പ്. സോ ദിസ് മേക്സ് മഗ്നീഷ്യം ഓക്സൈഡ് ആൻ ഇൻസുലേറ്റർ. അപ്പോൾ ഇതതിൻ്റെ സ്ട്രക്ചറാണ്. സോ ദിസ് ഈസ് ദ വാലൻസ് ബാൻഡ് ആൻഡ് ഇറ്റ് ഈസ് ദ കണ്ടക്ഷൻ ബാൻഡ്. ഇത് ഓക്സൈഡ് അയോണിൻ്റെ 2s 2p ഓർബിറ്റലുകളിൽ നിന്നുണ്ടായി. ദിസ് ഈസ് ഫ്രം ഓർബിറ്റൽസ് ഓഫ് മഗ്നീഷ്യം അയോൺ. 5 to 7 ഇലക്ട്രോൺ വോൾട്ടാണ് ഇവിടുത്തെ ബാൻഡ് ഗ്യാപ്പ്. അത് ഇൻസുലേറ്റർ ബാൻഡ് ഗ്യാപ്പാണ്. സോ ഇറ്റ് വിൽ ബി ആൻ ഇൻസുലേറ്റർ. Then we'll move on to the band theory of transition metal compounds. അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ 3D 4D 5D സീരീസ് എന്ന് പറഞ്ഞാൽ കുറേ എണ്ണമുണ്ട്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള കോമ്പൗണ്ടുകൾ അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിൽ ഏതാനും ചില കോമ്പൗണ്ടുകൾ എടുത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവരുടെ ജനറൽ പ്രോപ്പർട്ടീസിൻ്റെ ചില ആസ്പെക്ട്സ് നമ്മൾ നോക്കുന്നു. ഇൻ ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് an important factor that influences the band structure and the resulting electronic properties is the presence of partially filled metal d orbitals. ഇപ്പോൾ d ഓർബിറ്റലുകളിലാണ് ഇലക്ട്രോണുകൾ ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത്, ബാക്കിയെല്ലാം ഫിൽഡ് ലെവൽസ് ആണ്. d ഓർബിറ്റലുകളുടെ ഇലക്ട്രോണിക് ഓക്കുപ്പേഷൻ അനുസരിച്ചാണ് ഇവരുടെ ബാൻഡ് സ്ട്രക്ചറും ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസും വരുന്നത്. ഇൻ സം കേസസ് these d orbitals overlap to give a d band and the material may have high conductivity. അങ്ങനെ നല്ല ഓവർലാപ്പ് നടന്ന് ഡി ഓർബിറ്റലുകളെല്ലാം ഒന്ന് ചേർന്ന് ഇൻട്രാക്ട് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ നല്ല കണ്ടക്ടിവിറ്റി നമുക്ക് കിട്ടും. ഇൻ അതർ കേസ് വേർ ദ ഡി ഓർബിറ്റൽ ഈസ് ലിമിറ്റഡ് ആൻഡ് ദ ഓർബിറ്റൽസ് ആർ എഫക്റ്റീവ്ലി ലോക്കലൈസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ആറ്റംസ്, അതായത് ഓവർലാപ്പ് ഒന്നുമില്ല, ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റലുണ്ടെങ്കിൽ അവൻ അവിടെ തന്നെ ഇരുന്നോണം, അടുത്ത ഓർബിറ്റലുകളിലേക്ക് പോകാനായിട്ട് പറ്റില്ല. ആ സാഹചര്യത്തിൽ നമുക്ക് ലോ കണ്ടക്ടിവിറ്റി ആയിരിക്കും കിട്ടുക. An example of the later case, that is the second case, is
സ്റ്റോഷിയോമെട്രിക് NiO, അതായത് d orbital overlap കുറവുള്ള ഒരു മോളിക്യൂളാണ് NiO. It has a very low conductivity and there is no evidence for significant overlap of the d orbitals to form a partially filled d band. അപ്പം നമുക്ക് d ഇലക്ട്രോണുകൾ ഉണ്ടാവണം. ആ ഇലക്ട്രോണുകളുടെ ഓർബിറ്റലുകൾ, ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന d ഓർബിറ്റലുകൾ തമ്മിൽ, അപ്പോൾ പല ആറ്റംസ് അവിടെയുണ്ട്, അവർ തമ്മിൽ ഓവർലാപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ കണ്ടക്ഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. ദേ വിൽ ആക്ട് ആസ് എ കണ്ടക്ടർ. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ആ ഓവർലാപ്പ് ഇല്ലാത്ത കേസ്, NiO പോലുള്ള കേസുകളാണെങ്കിൽ ദേ വിൽ ആക്ട് ലൈക്ക് എ സെമി കണ്ടക്ടേഴ്സ്. എക്സാമ്പിൾ അറ്റ് ദ അതർ എക്സ്ട്രീംസ്, ദാറ്റ് ഈസ് മാക്സിമം ഓവർലാപ്പ് നടക്കുന്ന കേസാണ് TiO, VO മുതലായ മോളിക്യൂളുകൾ. These have the same rock salt structure as NiO, but by contrast, d orbitals of the type dxy, xz, yz of M2+ ions overlap strongly to form a broad T2G band. ഇപ്പോൾ TiOയിലും VOയിലും ഒക്കെ ഒരു സ്ട്രോങ് ഓവർലാപ്പിംഗ് ബാൻഡ് ഉണ്ടായി വരുന്നുണ്ട്. NiOയുടെയും ഇവരുടെയും സ്ട്രക്ചർ സിമിലർ ആണെങ്കിലും ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസിൽ അവർക്ക് വ്യത്യാസമുണ്ട്. This band is only partially filled by electrons. Consequently, these molecules TiO and VO have metallic conductivity. അപ്പോൾ പല ആറ്റങ്ങളിലെ d ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ, നടക്കുന്ന സാഹചര്യമാണെങ്കിൽ they will show metallic conductivity. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് സ്പീഷീസുകൾ നമുക്ക് മെറ്റാലിക് കണ്ടക്ഷൻ തരുന്നതും NiO ഒരു വീക്ക് കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുന്നതും. An additional difference between TiO and NiO is that the T2G band, capable of containing 6 electrons per metal atom, must be full in NiO. So NiOയുടെ കേസിൽ D8 system ആണ്, T2G will be completely filled. So in that case there won't be any overlap and transfer of electrons. The two extra d electrons in Ni2+ are in Eg levels, that is dz square, dx square minus y square. These Eg orbitals point directly at the oxide ions. Because of the intervening oxide ions, Eg orbitals on adjacent Ni2+ ions cannot overlap. അപ്പം Ni2+ൻ്റെ കയ്യിൽ ഓവർലാപ്പ് ചെയ്യാനും കൊടുക്കാനും പറ്റുന്ന രീതിയിലുള്ള രണ്ട് അൺപെയർഡ് ഇലക്ട്രോണുകളുണ്ട്. പക്ഷേ അവർ dz സ്ക്വയറിലും dx സ്ക്വയർ മൈനസ് y സ്ക്വയറിലുമാണ്. അപ്പോൾ ആ ഇലക്ട്രോണുകൾ ഓക്സൈഡ്സ് അയോൺസുമായിട്ട് വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ്. സോ ദേ വിൽ ഇൻട്രാക്ട് വിത്ത് ദ ഓക്സൈഡ് അയോൺസ്. അപ്പോൾ തൊട്ടടുത്തുള്ള Ni2+ഉമായിട്ട് ഓവർലാപ്പ് നടത്താൻ ആ ഓർബിറ്റലുകൾക്ക് പറ്റാതെ വരും. Hence Eg orbitals remain localized on the individual Na2+ ions. അപ്പോൾ അവർ ഓക്സൈഡുമായിട്ട്, ഓരോ Ni2+ലെ ഓർബിറ്റലുകളും തൊട്ടടുത്തുള്ള ഓക്സൈഡുകളുമായിട്ട് ഇൻട്രാക്ഷനിലാണ്. സോ അവർക്ക് ആ ഇലക്ട്രോണിനെ അവിടെ ഷെയർ ചെയ്യാനേ സാധിക്കൂ, തൊട്ടടുത്തുള്ള Na2+ന് കൊടുക്കാനായിട്ട് പറ്റില്ല. സോ ഇനി ഇത്തരത്തിൽ ഓവർലാപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു മെറ്റീരിയലിൻ്റെ കേസിൽ, പർട്ടിക്കുലർലി ട്രാൻസിഷൻ മെറ്റൽ സിസ്റ്റത്തിൻ്റെ കേസിൽ കണ്ടുപിടിക്കാനായിട്ട് ചില റൂളുകളുണ്ട്. ഫിലിപ്സ് ആൻഡ് വില്യംസ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ആ റൂളുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. സോ 4 റൂളുകളാണ് പറയുന്നത്. ഒന്നാമത്തേത്, ഫോർമൽ ചാർജ് ഓൺ ദ കാറ്റയോൺ ഈസ് സ്മോൾ. സോ ഓർബിറ്റൽ ഓവർലാപ്പ് നടക്കണമെങ്കിൽ കാറ്റയോണിൻ്റെ ഫോർമൽ ചാർജ് ചെറുതായിരിക്കണം. ദെൻ സെക്കൻഡ് കേസ്, ദ കാറ്റയോൺ ഒക്കേഴ്സ് എയർലി ഇൻ ദ ട്രാൻസിഷൻ സീരീസ്. അപ്പോൾ നമുക്ക് സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയാണ് 3D സീരീസ്. അപ്പോൾ ഏർലിയർ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം പോലുള്ള ഏർലിയർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആയിരിക്കണം. ദെൻ തേർഡ് ആസ്പെക്ട്, കാറ്റയോൺ ഈസ് ഇൻ ദ സെക്കൻഡ് ഓർ തേർഡ് ട്രാൻസിഷൻ സീരീസ്. 3D, 4D, 5D ഉണ്ട്. ഇപ്പോൾ സെക്കൻഡ്, തേർഡ് ഇതിനെയാണ് സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ്, തേർഡ് ട്രാൻസിഷൻ സീരീസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് സെക്കൻഡ്, ദിസ് ഇസ് തേർഡ്. അപ്പോൾ അവിടെ ആയിരുന്നെങ്കിൽ ഓർബിറ്റൽ ഓവർലാപ്പിന് സാധ്യത കൂടുതലാണ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ആനയോൺ ഈസ് റീസണബിളി ഇലക്ട്രോപോസിറ്റീവ്. അപ്പോൾ ഇങ്ങനെ 4 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഡി ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫോർമൽ ചാർജ് ഓൺ ദ കാറ്റയോൺ ഈസ് സ്മോൾ, കാറ്റയോൺ ഒക്കേഴ്സ് ഏർലി ഇൻ ദ ട്രാൻസിഷൻ സീരീസ്, അതായത് ഇടതുവശത്തായിരിക്കണം. ദെൻ കാറ്റയോൺ ഇൻ ദ സെക്കൻഡ് ഓർ തേർഡ് ട്രാൻസിഷൻ സീരീസ് ആണെങ്കിൽ, ദെൻ ദ ലാസ്റ്റ് ആസ്പെക്ട് ഈസ് ആനയോൺ ഈസ് റീസണബിളി ഇലക്ട്രോപോസിറ്റീവ് ആണെങ്കിൽ. അപ്പം നമുക്ക് ഓരോന്നിനും ഓരോ
എക്സാമ്പിൾ നോക്കാം. TiO is metallic, നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. whereas TiO2 is an insulator. അപ്പോൾ അവിടെ നോക്കുക, Ti എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം 2+ ആണ് അവിടുത്തെ സിസ്റ്റം. TiO2 എന്ന് പറഞ്ഞാൽ O2- ആണ്, 2 O2- ഉണ്ട്, അപ്പോൾ 4 വരും. Ti4+ ആണ്. അപ്പോൾ ലോ ഫോർമൽ ചാർജ് ഓൺ കാറ്റയോൺ ആണെങ്കിൽ ഓവർലാപ്പ് നടക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് TiO ഓവർലാപ്പ് നടന്ന് മെറ്റാലിക് കണ്ടക്ഷൻ കാണിക്കും, പക്ഷേ TiO2വിൻ്റെ കേസിൽ ഇൻസുലേറ്ററാണ്. ദെൻ Cu2O ആൻഡ് MoO2 ഇതേപോലെ തന്നെയാണ്. Cu2Oയും MoO2 ദേ ആർ സെമി കണ്ടക്ടേഴ്സ്, വേറെ Cu0 ആൻഡ് MoO3. Cu2Oൻ്റെ കേസിൽ Cu1 ആണ്, അതേസമയം Cuoയുടെ കേസിൽ Cu2+ ആണ്. അപ്പോൾ Cu1+ ആയ കേസിൽ ഫോർമൽ ചാർജ് 1 ഉള്ളൂ, അവിടെ സെമി കണ്ടക്ടറാണ്, ബട്ട് 2+ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇൻസുലേറ്ററായി. ദെൻ സെക്കൻഡ് പോയിന്റിലേക്ക് വരാം. TiO-VO ദേ ആർ മെറ്റാലിക്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് പോകണേ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം എന്നാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ലെഫ്റ്റിലുള്ള ആളുകളെല്ലാം മെറ്റാലിക്കാണ്. അതേസമയം നിക്കൽ ഓക്സൈഡ്സ്, കോപ്പർ ഓക്സൈഡ്സ് ഒക്കെ റൈറ്റിലേക്കാണ് പോകുന്നത്, ദേ ആർ സെമി കണ്ടക്ടേഴ്സ്. ദെൻ തേർഡ് ആസ്പെക്ട്സ് ഈസ് Cr2O3 is a poor conductor, whereas lower oxides of molybdenum and tungsten, chromium, molybdenum, tungsten എന്നുള്ള രീതിയിൽ 3D 4D 5Dയിലേക്ക് പോവാണ്. അപ്പോൾ 3Dയിലുള്ള Cr2O3 poor കണ്ടക്ടറാണ്, ബട്ട് 4D 5Dയിലേക്ക് വരുമ്പം മോളിബ്ഡിനവും ടങ്സ്റ്റനും ഗുഡ് കണ്ടക്ടേഴ്സായി. ദെൻ ദ ലാസ്റ്റ് ആസ്പെക്ട് NiO is a poor conductor, കാരണം അവിടെ ഓക്സൈഡാണ് anion, but NiS, NiSe, NiT, they are good conductors because they have reasonably electropositive nature compared to oxides. Then the d-electron structure of solid transition metal compounds is also sensitive to the crystal structure and the oxidation state of the transition metal. But d-electron structure of the compounds are sensitive to crystal structure. ക്രിസ്റ്റൽ സ്ട്രക്ചറിന് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞെങ്കിൽ ഡി-ഇലക്ട്രോൺ സ്ട്രക്ചറും മാറും, അതനുസരിച്ച് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയും മാറും. ഓക്സിഡേഷൻ സ്റ്റേറ്റിന് എന്തെങ്കിലും വ്യത്യാസം വന്നാലും ഈ പറഞ്ഞ കാര്യം ചേഞ്ച് ആവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബാൻഡ് തിയറിയെക്കുറിച്ച് അഡീഷണൽ ആയിട്ട് പഠിക്കാനുള്ളത്. ബാൻഡ് തിയറി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ ഇത് കൂടി ചേർത്ത് എസ് എ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ബാൻഡ് തിയറി ഈ 4 ടൈപ്പ് മോളിക്യൂളുകളുടെ കേസിൽ സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, ഫുള്ളറീൻസ്, അതുപോലെ ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ്സിൻ്റെ കേസിൽ ആപ്ലിക്കേഷൻ ഏത് രീതിയിലാണ് വരുന്നത് എന്ന് ചോദ്യങ്ങൾ ചോദിക്കാം.